ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. പരസ്യ നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 300ഓളം വാക്കൻസികളാണ് പറയുന്നത്. അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. വാക്കൻസീസ് നോക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു വാക്കൻസി, ആന്ധ്രാപ്രദേശിൽ 8, അരുണാചൽ പ്രദേശിൽ 2, ആസാമിൽ 7, ബീഹാറിൽ 3, ചണ്ഡീഗഡിൽ 2, ഛത്തീസ്ഗഡിൽ 5, ഗോവയിൽ 2, ഗുജറാത്തിൽ 5, ഹരിയാനയിൽ 2, ഹിമാചൽ പ്രദേശിൽ 1, ജമ്മു കാശ്മീരിൽ 4, ജാർഖണ്ഡിൽ 2, കർണാടക 32, കേരളം 30, ലഡാക്ക് 1, മധ്യപ്രദേശ് 10, മഹാരാഷ്ട്ര 23, മണിപ്പൂർ 1, മേഘാലയ 2, മിസോറാം 1, നാഗാലാൻഡ് 1, ന്യൂഡൽഹി 9, ഒഡീഷ 7, പുതുച്ചേരി 6, പഞ്ചാബ് 8, രാജസ്ഥാൻ 21, സിക്കിം 1, തമിഴ്നാട് 78, തെലങ്കാന 3, ത്രിപുര 1, ഉത്തർപ്രദേശ് 8, ഉത്തരാഖണ്ഡ് 9, പശ്ചിമ ബംഗാൾ 4. അങ്ങനെ ആകെ 300 പോസ്റ്റുകളാണ് നിലവിലുള്ളത്. യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. ഡിഗ്രി, ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ. കൂടാതെ തന്നെ പ്രാദേശിക ഭാഷ വായിക്കാനും എഴുതാനും സംസാരിക്കാനുള്ള അറിവ് അത്യാവശ്യമാണ്. കേരളം ആണെങ്കിൽ മലയാളമാണ്. മറ്റുള്ള പ്രദേശങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ പ്രാദേശിക ഭാഷ വായിക്കാനും എഴുതാനും സംസാരിക്കാനുള്ള അറിവ് അത്യാവശ്യമായിട്ട് വേണം. ഇനി സാലറി നോക്കുകയാണെങ്കിൽ 22,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാലറിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും ഒന്ന് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഇനി പ്രായപരിധി വരുന്നത് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അപേക്ഷാ ഫീസ് വരുന്നത് SC, ST, PW, BD ഒഴികെയുള്ള എല്ലാ അപേക്ഷകരും ആപ്ലിക്കേഷൻ ഫീസായിട്ട് 1000 രൂപയാണ് അടയ്ക്കേണ്ടത്. അതിൽ സേവന ചാർജുകൾ ഉൾപ്പെടെയുള്ള അപേക്ഷാ ഫീസ് ആയിരിക്കും, പ്ലസ് GST ബാധകമായിട്ട് വരും. ഇനി SC, ST ബെഞ്ച്മാർക്ക് വൈകല്യമുള്ളവർ, കമ്പനിയിലെ സ്ഥിരം ജീവനക്കാർ എന്നിവർക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയാണ് അടയ്ക്കേണ്ടത്. സെലക്ഷൻ പ്രോസസ് വരുന്നത് യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതിക്ക് മുമ്പ് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഓൺലൈൻ പരീക്ഷയ്ക്ക് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പരീക്ഷയിൽ യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികളെ ഒരു പ്രാദേശിക പരീക്ഷയ്ക്ക് വിളിക്കുന്നതാണ്. അതായത് ഏരിയയിലെ പ്രാദേശിക ഭാഷകൾ അറിഞ്ഞിരിക്കണം. ഇനി ഓൺലൈൻ വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ തീർച്ചയായിട്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് കംപ്ലീറ്റ് ക്ലിയർ ആയി ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് പറയാം. ജനുവരി 6-ാം തീയതിയാണ് അപേക്ഷകൾ അവസാനിക്കുന്നത്. അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം.